അപ്പോൾ എന്തിനാണ് സുഖങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് ആണ് കേട്ടോ. വെറൈറ്റി അൺബോക്സിങ്, സത്യമായിട്ടും വെറൈറ്റി അൺബോക്സിങ്. എന്തുകൊണ്ട് ഞാൻ വെറൈറ്റി എന്ന് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ടാണ് മാർവലിൻ്റെ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും മാർവലിൻ്റെ ഒരു പാക്കേജാണ്. നിങ്ങൾക്ക് മാർവലിൻ്റെ ലോഗോ ഇവിടെയായിട്ട് കാണാൻ പറ്റും ചെറുതായിട്ട്. പിന്നീട് ഇത് കിട്ടിയപ്പോൾ മുതൽ ഇവിടെയുള്ളവന്മാർ പണിത് ഇതിൻ്റെ ബബിള് മൊത്തം പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊക്കെ പൊട്ടിക്കാൻ ഒന്നുമില്ല. ഇവിടെ നിന്നൊക്കെ കുറച്ചിങ്ങനെ പൊട്ടിച്ച് നോക്കാൻ പറ്റും. ഒന്നുപോലും വെറുതെ വിട്ടിട്ടില്ല, ഒരെണ്ണം പോലും ഇല്ലേ. അവിടെ ഇവിടെയൊക്കെ ഓരോന്നുണ്ട്. ബാക്കി എല്ലാം അവന്മാരൊന്ന് പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ പാക്കേജ് എന്നുള്ളത് അൺബോക്സ് ചെയ്ത് നോക്കാം. ആദ്യം അയൺമാൻ്റെ നെഞ്ചിലുള്ള, അല്ല ഇത് ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ആട്ടോ. ഇൻഫിനിക്സ് നോട്ട് 12 സീരീസ്, അതായത് ഇൻഫിനിക്സിൻ്റെ നോട്ട് 12ൻ്റെ ഇൻവൈറ്റ് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, ഇൻഫിനിക്സിൻ്റെ നോട്ട് 12 സീരീസിൻ്റെ ഒരു എന്താണെന്നൊന്നും എഴുതിയിട്ടില്ല. നോട്ട് 12 സീരീസ് എന്ന് മാത്രമേ ഇതിനകത്ത് എഴുതിയിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഫോൺ ഉണ്ടാവണം, മേ ബി, ചിലപ്പോൾ കാണും. ഇതിനകത്ത് തൊട്ട് താഴെയായിട്ട് മാർവൽ സ്റ്റുഡിയോസ് ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഇതിനകത്ത് ഫോൺ കാണുമോ? നിങ്ങളുടെ അഭിപ്രായം പറ. ഫോൺ കാണുമോ? അല്ലെങ്കിൽ വേണ്ട, ഇതിനകത്ത് ഫോൺ കാണും. ഞാൻ പറയുന്നത് ഫോൺ കാണും. ഞാനും ഇവനും ഫോൺ കാണും. സോനു പറഞ്ഞു ഫോൺ കാണൂല. സോനു ഫോൺ കാണൂല്ലെങ്കിൽ നീ 50 രൂപ നമുക്ക് രണ്ടുപേർക്ക് തരണം. 100 രൂപ ചിലവാണ് എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ ഓപ്പൺ ആക്കി നോക്കാൻ പോവുകയാണ്. ലുക്ക് അറ്റ് ദിസ്. എൻ്റെ ദൈവമേ, ഇൻഫിനിക്സ് ഇവിടെ ഇൻഫിനിക്സ് അടിപൊളി, ഒരു രക്ഷയില്ല. ഇതെന്തുവാണ്, ഫസ്റ്റ് ടൈം ഞാനൊരു അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം ഞാനിങ്ങനെ എന്തു പറയട്ടെ, ഇങ്ങനെയായി. ഐ കാൺട്ട് ബിലീവ്. ഇൻഫിനിക്സ് എന്ന ബ്രാൻഡ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവരുടെ ആദ്യത്തെ ഫോൺ ഞാൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് കുതിര പോലെയൊക്കെ അവരൊക്കെ എന്തുമാത്രം ഞാൻ കളിയാക്കിയിട്ടുണ്ടാകുന്നു തോന്നും. താങ്ക് യു ഇൻഫിനിക്സ് ഫോർ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. നിങ്ങളിവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ മറന്നുപോയി. ഇതിൻ്റെ അകത്ത് ഫോണുണ്ട്. നമ്മുടെ സോനുവിൻ്റെ കയ്യിൽ നിന്ന് 100 രൂപ പടമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പടമായിരിക്കുകയാണ്. കണ്ടോ, ഇൻഫിനിക്സ് നോട്ട് 12 ടർബോ. എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലാത്ത ബോക്സ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് നോക്കാം. നമുക്ക് ടൈം സ്റ്റോൺ കിട്ടുന്നുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ടൈം സ്റ്റോണിൻ്റെ ഒരു കീ ചെയിൻ. ഒരു രക്ഷയില്ലാത്ത സാധനം. ഓ അടിപൊളി. ഓക്കെ, ഇനി നമുക്ക് കിട്ടുന്നത് ഡോഗ് ടാഗ് അല്ലേ ഇത്? പിന്നെ ഡോഗ് ടാഗ് എന്നല്ലേ പറയാനേ? ആണ്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഡോഗ് ടാഗ് കിട്ടുന്നുണ്ട്. ഈ ഡോഗ് ടാഗ് നമുക്ക് വേണമെങ്കിൽ മാലയായിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. അടുത്ത് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അല്ല കേട്ടോ, ഇൻഫിനിക്സിൻ്റെ ആണ് നമ്മുടെ ഫോണിൻ്റെ പുറകിൽ വയ്ക്കുന്ന സാധനം. ഓക്കെ, ഇനി അടുത്ത് എന്താണ് വരുന്നത്? നമ്മുടെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന മാഗ്നറ്റ്, ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കൂലേ, ആ സാധനം. ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഓ, ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 12ൻ്റെ കേസും സ്ക്രീൻ പ്രൊട്ടക്ടറും കൂടിയാണ്. ഇത് നമുക്ക് അവസാനം പൊട്ടിച്ച് നോക്കാം. ഇനി അവസാനം ഉള്ളത് എന്താണ്? ടീഷർട്ട് എന്ന് പറഞ്ഞ് ഇന്നാൾ ഞാൻ ഒരെണ്ണം അൺബോക്സ് ചെയ്ത കിറ്റായിരുന്നു, സഞ്ചി. അതുപോലെ ആവുമെന്ന്. എന്നെ പോലെ ഒരാൾക്കും കൂടി കയറാം എൻ്റെ അകത്ത്. എനിവേ, നമ്മുടെ ബാക്ക് ടു അവർ അൺബോക്സിംഗിലേക്ക് വരാം. നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 12 ടർബോ ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ദാ ഇൻഫിനിക്സ് നോട്ട് 12 ടർബോ, അതാണ് നമ്മുടെ ഫോണ്. കവറും എല്ലാം ചുരുട്ടിക്കൂട്ടി എടുക്കാം. അപ്പോൾ നമുക്കിവിടെ സൈഡിലായിട്ട് നല്ല കിഡിലുമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇൻഫിനിക്സ് മാർവൽ ടെർബോ എഡിഷൻ. ഈ ടെർബോ എഡിഷൻ വാങ്ങുന്ന സമയത്താണ് നിങ്ങൾക്ക് മാർവലിൻ്റെ കിട്ടുന്നത്. 8 GB റാം, 128 GB ഇൻ്റർണൽ സ്റ്റോറേജ് ആണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ HD പ്ലസ് ട്രൂ കളർ ആമലഡ് ഡിസ്പ്ലേ ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നമ്മുടെ ഇൻഫിനിക്സ് ആമലഡ് കൊണ്ടുവരുന്നത്. അതുപോലെ നമ്മുടെ മീഡിയാടെക് ഹീലിയോ G96 ആണ് ഇതിൻ്റെ അകത്ത് പ്രോസസ്സർ, അൾട്രാ ഗെയിമിംഗ് പ്രോസസ്സർ എന്ന് കൊടുത്തിട്ടുണ്ട്. 33 വാട്ട്സിൻ്റെ ഒരു സൂപ്പർ ചാർജും അതുപോലെ തന്നെ 5000 mAh ബാറ്ററി, ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടി തുറക്കാം. നമ്മുടെ പഴയ
ഇൻഫിനിക്സിൻ്റെ പെട്ടി. എനിവേ കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ഓപ്പൺ ആക്കാം. ഓ വാവ്, ഷേ, ഓ നൈസ്. ഓ എനിക്കിഷ്ടപ്പെട്ടു ഡിസൈൻ, എനിക്കിഷ്ടപ്പെട്ടു. ഒരു പരന്ന ഫോണെന്ന് വെച്ചാൽ ഒരു ടൈലിൻ്റെ പീസ് എങ്ങനെ ഇരിക്കും കയ്യിൽ, അതേപോലത്തെ ഒരു ഫോണ്. അയ്യേ, ഇതെന്താണ് ഇൻഫിനിക്സ്? ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഇതിൻ്റെ അകത്ത് സ്റ്റിക്കർ ഒട്ടിക്കേണ്ടത്? ഒരുത്തൻ ഫോൺ വാങ്ങിച്ചിട്ട് അവൻ്റെ ജന്മത്തിൽ ഊരരുത് എന്ന് കരുതിയാണോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കേണ്ടത്? ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സിൻ്റെ നോട്ട് 12 ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോണ്. ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്യാമറ ബമ്പിൻ്റെ അവിടുത്തെ ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻഫിനിക്സിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്, ഒരു പെട്ടി ഡിസൈൻ. ഇതേ ഡിസൈനിൽ ഇൻഫിനിക്സിൻ്റെ നോട്ട് 12ഉം ഇതേപോലത്തെ ഒരു ഡിസൈനായിരുന്നു. പക്ഷേ ഇതിൻ്റെ സ്പെക്ക് വൈസ് നോക്കുന്ന സമയത്ത് അടിപൊളിയാണ്. അതായത് AMOLED ഡിസ്പ്ലേ ആണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ AMOLED ഡിസ്പ്ലേ ഒരു പ്രത്യേകതയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 12 ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിങ് മാത്രമേ ഉള്ളൂ എനിക്ക് കാണിക്കാനായിട്ട്. പിന്നീടുള്ളത് ഇതിൻ്റെ ഒരു കേസും അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഗാർഡും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓ, കേസ് അടിപൊളി കേട്ടോ. നോട്ട് 12 ടർബോയ്ക്ക് അവരൊരു കേസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു റബ്ബർ കേസാണ് കേട്ടോ, ഒരു റബ്ബർ കേസ്. ഒരു ചാത്തനൂള ഫീല് വരുന്നുണ്ട്, അത് വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ചാത്തൻ ഫീല് കൊണ്ടുവരുന്നില്ലേ പണ്ട് നമ്മൾ ഈ 10 രൂപ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ വാങ്ങുന്ന അതുപോലെയുണ്ട്. ഒരു പ്രീമിയം ഫീല് കയ്യിൽ പിടിക്കുന്നത് വരുന്നില്ല. പിന്നീടുള്ളത് ഇതിൻ്റെ സ്ക്രീൻ ഗാർഡാണ്. സ്ക്രീൻ ഗാർഡ് ഞാനിപ്പോൾ ടെമ്പേർഡ്, എന്തായാലും ഞാൻ ഇതിനകത്ത് ഒട്ടിക്കുന്നില്ല. നമ്മൾ പിന്നീട് അതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻഫിനിക്സ് നോട്ട് 12 ടർബോയുടെ അൺബോക്സിംഗ് എന്ന് പറയുന്നത്. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി പിടിച്ചതാണ് കേട്ടോ. വെറൈറ്റി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പറയണം, നമുക്കിത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിലൊന്നും ഞാനിങ്ങനെ പറയത്തൊന്നുമില്ല. നമുക്കെല്ലാം വിശദീകരിച്ച് ഇതിൻ്റെ ഒരു റിവ്യൂവിൽ നമുക്കെല്ലാം പാക്കലാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റഗ്രാം ടിപ്സും അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ ട്രിക്കുകളും അറിയണമെന്നുണ്ടെങ്കിൽ രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോയി കാണാവുന്നതാണ്. അപ്പോൾ ബൈ, ടേക്ക് കെയർ.